ഇത്രയും നന്നായിട്ട് ചിരിച്ച് മനോഹരമായി എല്ലാവരുടെ മുന്നിലും നിൽക്കുന്ന എനിക്കും പല കഥകളും പറയാനുണ്ട് കേട്ടോ. പല പെൺകുട്ടികളും പറയാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ ചില പെൺകുട്ടികൾക്ക് തുറന്ന് കാണിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും സെക്കൻഡ് മാരേജ് വിശേഷങ്ങൾ. അതൊരിക്കലും പഴയ ആൾക്കാരോടുള്ള റിവെഞ്ചോ അല്ലെങ്കിൽ പുതിയ വരുന്ന ആളുകളെ നമ്മൾ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ആയിരിക്കില്ല. ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്തത്, ഇനി ഒരു മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, എങ്ങനെയായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇനി നീ കല്യാണം കഴിക്കുന്നുണ്ടോ, എന്തിനാപ്പ് കഴിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും പറഞ്ഞു തരാം കേട്ടോ. വെയിറ്റ് ചെയ്ത് നിന്ന് ആളിങ്ങെത്തി. ഇനി നമുക്ക് ആ വിശേഷം കേൾക്കാം. ഭയങ്കരമായിട്ട് ഇങ്ങനെ പെടപെടാ ഇടിക്കണ്ടായിരുന്നു കേട്ടോ. ഈശ്വരാ, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അങ്ങനെ ഒത്തിരി ഒന്നും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ബൊക്കെയൊക്കെ കൊടുത്തപ്പോൾ ആളെനിക്ക് ബൊക്കെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആളത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോനുള്ളത് കൊണ്ട് ചോക്ലേറ്റ്സും അവന് ഡ്രസ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ചാടി എൻ്റെ എല്ലാവരെയും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാണ്ട് എൻ്റെ അവരാണ് ഇവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കാണൽ ചായയാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം ഒന്നല്ല ഞാൻ കൊടുക്കുന്നത്, എന്നാലും ഇതൊരു സ്പെഷ്യലായിരുന്നു. എനിക്ക് ഒരു ബോധം വെച്ചതിന് ശേഷം ഞാനിങ്ങനെ ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നതും അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്കിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റി. ചേട്ടൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു, എന്നാൽ പോലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഞാൻ ഇവരുടെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ എൻ്റെ ചുറ്റിൽ എൻ്റെ കൂടുതൽ ആൾക്കാർ എൻ്റെ ആണല്ലോ. പെൺകുട്ടികളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്കൊക്കെ എൻ്റെ ഒരു 25 ആയപ്പോഴത്തേക്കാണ് കുറച്ചും കൂടെ ഒരു എനിക്ക് എങ്ങനെയുള്ള ആളാണ് എൻ്റെ ലൈഫിൽ വേണ്ടത്, ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്താണ് ശരി തെറ്റ് എന്നൊക്കെ മനസ്സിലാക്കാനെങ്കിലും പറ്റുന്നത്. പിന്നെ ഞങ്ങൾ സ്വീറ്റ്സിന് വേണ്ടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ. ആൾ ഞെട്ടിപ്പോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. റിയാനാണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളെല്ലാവരും ഹോൾ ഫാമിലി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ നാഷി, ആദിത്യ, ആര്യ, ഈ 3 പേരും എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രയും സന്തോഷിപ്പിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് എന്നെ സജ്ജാക്കിയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഞാൻ എന്നും പോയി കരയായിരുന്നു എൻ്റെ ജോലി സ്ഥലത്തുനിന്ന്. അപ്പോൾ അവർ പറയും, നീ ഇങ്ങനെ ബോൾഡല്ലേ, നീ എന്തിനാ അങ്ങനെ വിഷമിക്കുന്നത്, നിൻ്റെ പേരൻസ് ഇത്രയും സപ്പോർട്ടായിട്ട് കൂടെ ഇല്ലേ, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ, മാറി ചിന്തിക്കുക. അറിഞ്ഞോ അറിയാതെയോ ചിലരൊക്കെ നമ്മളെ ജീവിതത്തിൽ വരികയും നമ്മളെ സന്തോഷിപ്പിക്കുകയും നമ്മളിതൊക്കെ ഡിസേർവ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമുക്ക് അങ്ങനെയൊക്കെ സന്തോഷങ്ങൾ ജീവിതത്തിൽ വരുന്നത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മളെ അങ്ങോട്ടേക്ക് അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ഈ ഫംഗ്ഷൻ കഴിയാണ് കേട്ടോ. ഇനി നമുക്ക് അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുന്നതൊക്കെ കാണാം. ഓക്കെ, ബൈ.